നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ആഗ്രഹവും അഭിനിവേശവും വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിയർ. തനിക്ക് ശേഷം ശിഷ്യത്വം സ്വീകരിച്ചവർക്ക് കൂടുതൽ വിദ്യ പകർന്നു നൽകിയെന്ന പരാതിയുമായി ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്തെത്തി. ഗുരു അവനോട് ഒരു കഥ പറഞ്ഞു. ഒരാൾ യാത്ര ചെയ്യുകയായിരുന്നു. യാത്രാമധ്യേ നല്ല ദാഹം അനുഭവപ്പെട്ടു. കുറച്ചു ദൂരം കൂടി ചെന്നപ്പോൾ ഒരു കിണർ കണ്ടു. പക്ഷേ കപ്പിയും കയറുമില്ലാത്തതിനാൽ വെള്ളം കുടിക്കാതെ അയാൾ യാത്ര തുടർന്നു. അടുത്ത ദിവസം വേറൊരാൾ ഈ വഴിയെത്തി. അയാളും ദാഹിച്ചു വലഞ്ഞാണ് എത്തിയത്. കിണറ്റിൽ കപ്പിയും കയറുമില്ലെങ്കിലും അയാൾ ശ്രമം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അവിടെയെല്ലാം കുറെ തിരഞ്ഞപ്പോൾ അയാൾക്കൊരു പാത്രം കിട്ടി. അടുത്തുള്ള പുല്ലുകളും വള്ളികളും എല്ലാം ചേർത്ത് അയാൾ ഒരു കയറുണ്ടാക്കി പാത്രം അതിൽ കെട്ടി വെള്ളം കോരി കുടിച്ച് യാത്ര തുടർന്നു. കഥ അവസാനിപ്പിച്ച് ഗുരു ശിഷ്യനോട് ചോദിച്ചു, ഈ വന്നതിൽ ആർക്കായിരുന്നു കൂടുതൽ ദാഹം? താമസം വിനാ ശിഷ്യൻ ഉത്തരം പറഞ്ഞു, രണ്ടാമന്. നിന്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചത്, ഗുരു മറുപടി പറഞ്ഞു. ആന്തരിക ചോദനയാണ് അഭിവൃദ്ധിയുടെ അടിത്തറ. ആഗ്രഹവും അഭിനിവേശവും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്വസ്ഥമായ ഇരിപ്പിടവും കണ്ണടച്ച് സ്വപ്നം കാണാനുള്ള കഴിവുമുണ്ടെങ്കിൽ ആർക്കും എന്തും ആഗ്രഹിക്കാം. അതിന് അതിർവരമ്പുകളോ പ്രയത്നത്തിൻ്റെ ആവശ്യകതയോ ഇല്ല. എന്നാൽ അഭിനിവേശം എന്നത് ഉൾത്തുടിപ്പാണ്. അതിലെത്തിച്ചേരും വരെ അതിനുവേണ്ടിയുള്ള പരിശ്രമമുണ്ടായിരിക്കും. പകരം എന്തു ലഭിച്ചാലും തൃപ്തി ഉണ്ടാകുകയുമില്ല. പ്രവൃത്തിയില്ലാത്ത സ്വപ്നങ്ങളാണ് ആഗ്രഹം. പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന സ്വപ്നമാണ് അഭിനിവേശം. എല്ലാവരും ആഗ്രഹങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അവരിൽ അഭിനിവേശമുള്ളവരാണ് തങ്ങൾ ആഗ്രഹിച്ചവ നേടിയെടുക്കുന്നത്. നമുക്കും ആഗ്രഹങ്ങളെ അഭിനിവേശങ്ങളാക്കി മാറ്റാൻ പരിശ്രമിക്കാം. ശുഭദിനം.